എല്ലാ മസ്തിഷ്ക ജ്വരങ്ങൾക്കും ലക്ഷണങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ഇതുവരെ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സ നൽകുകയാണ് പതിവ്. എല്ലാ മസ്തിഷ്ക ജ്വരങ്ങൾക്കും ലക്ഷണങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ഇതുവരെ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സ നൽകുകയാണ് പതിവ്. ഇപ്പോൾ രോഗത്തെക്കുറിച്ച് പറയാൻ കാരണം ഇത്തരം ചില കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടും അത്തരം അവസ്ഥകളിൽ നിങ്ങൾക്ക് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു വീഡിയോ അവതരിപ്പിക്കുന്നത്. മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം പങ്കുവെക്കുന്നു. കേന്ദ്ര നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന രോഗമാണിത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലും മറ്റേതെങ്കിലും രോഗമുള്ളവരിലുമാണ് ഇത് പൊതുവെ ബാധിക്കുന്നത്. ഏകകോശ ജീവിയായ അമീബകളിൽ ചിലത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. എൻഡമീബ ഹിസ്റ്റോലിക്ക എന്ന അമീബ മനുഷ്യരിൽ വയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുവാണ്. നീഗ്ലേറിയ ഫൗലേറിയ എന്നാണ് മസ്തിഷ്ക ജ്വരമുണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം. ഇളം ചൂടുള്ള ജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാം. കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കണമെന്നില്ല. എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിലെത്തുന്നു. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത്. ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല. 2 ഘട്ടങ്ങളായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക. ആദ്യഘട്ടത്തിൽ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുവേദന മുതലായവയാണ് കാണിക്കുക. പക്ഷെ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് നിൽക്കാറില്ല. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക. ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ അതാണ് ഏറ്റവും നല്ല പോംവഴി. ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല. സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുക. പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക. മൂക്കിൽ ശക്തമായി വെള്ളം കയറുന്ന നീന്തൽ, ഡൈവിംഗ് എന്നിവ കരുതലോടെ മാത്രം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.